ഓൺ ദ സ്പോട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെബാൻ. ഇന്ന് എല്ലാവരും ഓണത്തിന് തിരക്കിലാണെന്നറിയാം. എങ്കിലും ഇന്ന് നിങ്ങളുടെ ഓണത്തിന് ഞാനൊരു സ്പെഷ്യൽ, ഇതുവരെ ഇൻ്റർവ്യൂവിലൊന്നും വരാത്ത ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും വൺ ടിവിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മുടെ കൂട്ടത്തിലെത്തിയിരിക്കുന്നത് നമ്മുടെ സുധി കോപ്പയാണ്. സുധി കോപ്പനെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ അറിയാം. കാരണം ഞാൻ ആളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുടെ ഒരു പടം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളറിയും. ആൾ വേറെ ആരുമല്ല, നമ്മുടെ ആമേൻ എന്ന പടത്തിൽ ഭഗതിൻ്റെ പെങ്ങളുടെ കാമുകനായിട്ടെത്തിയ നമ്മുടെ സ്വന്തം സുധി കോപ്പ. അപ്പം നമുക്ക് സുധിയോട് തന്നെ ചോദിക്കാം സുധിയുടെ വിശേഷങ്ങൾ. ഹായ്, എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് എനിക്കറിയാം. കാരണം സാഗർ ഇല്ലേസ് ജാക്കി മുതൽ ലാസ്റ്റ് മംഗ്ലീഷ് വരെ. ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് നമ്മുടെ സപ്തമശ്രീ തസ്കരായ. പേര് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാം. രാവിലെ നാക്ക് പഠിക്കാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. ഇല്ല, അത് പിന്നെ എങ്ങനെ പോകുന്നു സിനിമ ജീവിതം? സിനിമ നന്നായി പോകുന്നുണ്ട്. ഇപ്പൊ നന്നായി, ഇപ്പൊ അത്യാവശ്യം ആളുകൾ കാണുന്നു, വിളിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷണത്തിൽ ഇത്രയും കൂടെ കുറെ കൂടെ പഴയ പോലെ പറഞ്ഞു നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഒരെണ്ണം പറഞ്ഞ ആമേൻ എന്ന് പറയുമ്പോ അറിയാം. ഇപ്പൊ അറിയാച്ചാ ഞാനോട്ട് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സിനിമയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ബിസി ഒന്നുമല്ല. നമ്മൾ രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞു, ഓണമാണ്, നമുക്കൊരു ഓണവിശ്വാസത്തോടെ തുടങ്ങാം. ഇല്ലെങ്കിൽ പ്രഷർ തല്ലിയാലോ, അത് പറയാൻ പറ്റില്ല, ഓണമല്ലേ. അപ്പം എന്താണ് ഞങ്ങളുടെ പറഞ്ഞോ സുധി എന്റെയും സെബാന്റെയും വൺ ടിവിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ മംഗളങ്ങളും ഞങ്ങൾ നേരുന്നു, വൺ ടിവിന്റെ എല്ലാ പ്രശ്നം. അതെ അതെ. അപ്പം സുധി, ഓണം എങ്ങനെയാണ്? ഇപ്പൊ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ഓണത്തിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഓണത്തിന് എല്ലാ ഓണത്തിനും പ്രത്യേകത ഉണ്ട്. കുറെ നല്ല പടങ്ങളൊക്കെ റിലീസാകും. അതുകൊണ്ട് തന്നെ ഈ നല്ല പടങ്ങളുടെ കൂട്ടത്തിൽ സുധിയും കൂടെ പങ്കാളിയാവും. ഇരട്ടി ഇപ്രാവശ്യം ഓണത്തിന് എന്റെ ഈ സപ്തമശ്രീ തസ്കരഹ, അതായത് 6-ാം തീയതി, സെപ്റ്റംബർ 6-ാം തീയതി റിലീസാണ്. അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുന്ന കാര്യം നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അത് നമ്മളോടാണ് പറഞ്ഞത്. നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഭയങ്കര സംഭവം പല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും സംഭവമാകുന്നില്ല. സംഭവമാകും, എല്ലാത്തിനും ഓരോ സമയം ഉണ്ടെന്നല്ലേ. പക്ഷെ സുധിയുടെ സമയം ഏകദേശം വന്നിരിക്കുന്നു. പക്ഷേ സുധി, ഈ സുധി കോപ്പ എന്നതാണ്. ഈ കോപ്പ എന്നൊക്കെ ഞാൻ കേട്ടേക്കുന്ന മറ്റേ നമ്മളിങ്ങനെ പഴയ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു കോപ്പ, കറിയൊക്കെ വെക്കുന്ന പഴയ കാലത്ത് ഉലകം കോപ്പ, കാൽപന്ത് കേട്ടിട്ടുണ്ട്? അതുണ്ട്. അത് തമിഴിൽ നിന്ന് പറയില്ല, വേൾഡ് കപ്പ്. കോപ്പ എന്ന് പറഞ്ഞാൽ കപ്പാണ്, ശരിക്കും കപ്പാണല്ലേ? അത് തന്നെ, അതാണ് ഞാനും. പക്ഷേ ഈ കോപ്പ എന്റെ കോപ്പ അതല്ല. കപ്പല്ലേ? ഞാൻ ഈ സൂര്യപശ്വലിന് നാടകം അവതരിപ്പിക്കുന്ന, സൂര്യപശ്വലല്ല, നാടകത്തിന് പോകുമ്പോ എന്റെ പേര് സുധി എന്നായിരുന്നു. അപ്പൊ പേര് തമാശക്ക് ഒരു പേരിട്ട് ഞങ്ങൾ കൂട്ടുകാരില്ല, കോപ്പ. അത് അങ്ങോട്ട് ഫിക്സ് ആയി. ഇപ്പം അറിയപ്പെടുന്നത് സുധി കോപ്പ. കോപ്പ എന്ന് പറഞ്ഞ ഒരു വെറുതെ കോപ്പയല്ലത്, കൊച്ചി പള്ളുരുത്തി. കൊച്ചി പള്ളുരുത്തി അല്ല, കൊച്ചി പള്ളുരുത്തി. അങ്ങനെ കൊച്ചി പള്ളുരുത്തി, അതാണ് കോപ്പ. അല്ലാതെ വെറുതെ ഒരു പേരൊന്നുമല്ല. വിനയ് ഫോർട്ടില് ഞാൻ കൊച്ചി പള്ളുരുത്തിയാണ്. ഞാൻ കൊച്ചിയിൽ പള്ളുരുത്തിക്കാരനാണ്. ഞാൻ അഭിമാനിക്കുന്നുണ്ട് നാടിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അതാണ് നമ്മുടെ സ്വന്തം കൊച്ചിക്കാരനാണ്. ഒരു തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ചാലും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ചീത്തയൊക്കെ പറഞ്ഞു കുടിച്ചിട്ടുണ്ട്. അതൊക്കെ അത് ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശമാണ്. ഇപ്പൊ ഭിക്ഷയില്ലേ, ഒരാൾ ഭിക്ഷ ചോദിക്കാൻ തന്നെ ആ ഭിക്ഷക്കാരന്റെ അവകാശമല്ലേ ഭിക്ഷ ചോദിക്കാൻ തന്നെ. കൊടുക്കാതിരിക്കാൻ നമ്മുടെ തീരുമാനം. അത് ഇതിനകത്ത് ഇവിടെ നമുക്കങ്ങനെ ഭിക്ഷ പറ്റില്ല, നീ എന്തിനു ഭിക്ഷ ചോദിക്കില്ല, ഭിക്ഷക്കാരൻ്റെ ചോദിക്കൂ, അതങ്ങനെ. അപ്പൊ അങ്ങനെ അത് പറഞ്ഞു ഒരാള് ഓരോരുത്തരും മൂടാണ്. കാര്യം അവര് ചിലപ്പോ അതിന്റെ ടെൻഷനിലായിരിക്കും. ചിലപ്പോൾ പ്രൊഡ്യൂസർ മാറി കാണും, ചിലപ്പോൾ നടന്റെ ഡേറ്റ് മാറി കാണും, ചിലപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് വരാത്തതിന്റെ ഒരു ടെൻഷനിലിരിക്കുമ്പോഴേ നമ്മൾ അല്ല സാറേ ഒരു ചാൻസ്, സാറേ എന്നെ ഓർമ്മയുണ്ട, ഞാനന്ന് എന്റെ ഓർമ്മയുണ്ട സാറേ, പേരൊന്നും പറയില്ല ചില ആൾക്കാർ. സാറെന്ന് പറഞ്ഞ ഓർമ്മയില്ല, എന്നെ ഈ ശബ്ദം ഓർമ്മയില്ല. അപ്പൊ അവർക്ക് ദേഷ്യം വരും. അപ്പൊ അവര് പറയും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വരെ എനിക്കറിയാം. എന്റെ ഫ്രണ്ടിലിരുന്ന് എന്റെ കൂട്ടുകാരുണ്ട്, ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചിട്ട് വിളിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. സാറേ മനസ്സിലായാ ഇല്ലേ ഒന്ന് ഓർത്ത്. ചിലപ്പോ ചില മുൾമുനയിലൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിലായിരിക്കും. അപ്പം മസാട് തെറി കിട്ടിയില്ലെങ്കിൽ പറയാനില്ല. രാത്രി വിളിക്കുക, 10 മണിക്ക് വിളിക്കുക, എന്തുണ്ട് സാറേ വിശേഷം, ഉറങ്ങി 2 മണിയൊക്കെ വിളിച്ചിട്ട് സാറേ ഒരു ചാൻസ് തരുമോ,
അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഒരു ഡയറക്ടർ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അവൻ്റെ ആള് ഭയങ്കര ചീത്തയാണല്ലേ, മോശമായിട്ടൊക്കെ പെരുമാറൂല്ലേ നമ്മൾ. എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്, ഞാൻ വിളിക്കാറുമില്ല. പക്ഷെ പരിചയമുണ്ടെങ്കിൽ അയാൾ ഇന്നേ പോലെ എന്നെ വിളിച്ചിട്ട് കുറെ ഇങ്ങനെ അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തിനാ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി 10:11 പുള്ളിയെ വിളിച്ചിട്ട് എന്താ സാറേ സുഖമാണെന്ന് ചോദിച്ചു. സുഖമാണെന്ന് ചോദിച്ചെന്ന് രാത്രി വിളിച്ചിട്ട്. അപ്പൊ പിന്നെ അയാള് തെറിയല്ല ഓടിച്ചിട്ട് അടിച്ചിട്ട് ഇടിച്ചേനെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അല്ല, എന്നെ അങ്ങനെ ആരും ഹറാസ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ കാര്യം നമ്മളതുപോലെ നമുക്കറിയാലോ ഓരോരുത്തരുടെ തിരക്കും. സുധി, എങ്ങനെയായിരുന്നു സിനിമയിലോട്ടൊരു തുടക്കം? എനിക്കൊന്നും നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നാടകങ്ങൾ ഒരുപാടുകളൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഞാൻ നാടകം അഭിനയിക്കുന്നത് തന്നെ മിമിക്രി അവതരിപ്പിക്കുന്നു ഒറ്റയ്ക്ക് നേരത്തെ. ഇത് ശരിക്കും സിനിമയിൽ വരാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇതൊക്കെ ചെയ്തത്. അല്ല, നാടകത്തിനുള്ള ഭ്രാന്തമായ ആവേശം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് ആവേശം മോശമല്ല, അഭിനയം ഇഷ്ടമാണ്. നാടകത്തിനെ കുറിച്ച് ശരിക്കും നമ്മള് നാടകക്കാരെന്ന് പറയാനുള്ള അർഹതയില്ല ഞാനൊന്നും. കാര്യം നാടകം അതല്ല. നാടകം ഭയങ്കര ഒരു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും വർഷങ്ങളെടുക്കുന്ന സംഭവം. ഞാൻ നാടകക്കാരൻ എന്നുള്ളൊരു വാക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല. കാര്യം മറ്റൊരു ശരിക്കും നാടകക്കാർ കേട്ടാൽ ചിലപ്പോൾ എന്നെ തല്ലും. അപ്പൊ നമ്മൾ നാടകക്കാരെന്ന് പറഞ്ഞാൽ നാടകം ശരിക്കും അനുഭവമുള്ളൊരു സംഭവം. സിനിമ മറ്റു മോശമൊന്നുമല്ല, മിമിക്രി മോശമല്ല പറഞ്ഞു. അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല നാടകം. അല്ല, നാടകം ചെയ്തിട്ടുണ്ട്. ഞാനൊരു നാടകക്കാരനൊന്നും ആയിട്ടില്ല. കാര്യം നമ്മൾ ശരിക്കും നാടകത്തില് സിനിമകളെ താല്പര്യം കൊണ്ട് നാടകത്തിൽ അഭിനയിച്ചു. കുറച്ച് നാടകങ്ങൾ അഭിനയിച്ചു. അല്ലാതെ നാടകത്തിന് വേണ്ടി നമ്മൾ ഫുൾ ടൈം അതിന് വേണ്ടി കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാടകം അങ്ങനെ ചിന്തയായിട്ടൊന്നും നടന്നിട്ടില്ല. എൻ്റെ കുറെ കൂട്ടുകാരുണ്ട്, അവരത് ഇന്നും റിഹേഴ്സലുണ്ട്. അവർ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവര് സിനിമയെ വിളിച്ചാൽ പോകാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതെന്നറിയോ, ചിലർ അങ്ങനെയാണ്. ചിലര് ഒരു നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു, കുറെ പേർ സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു. ചിലര് എവിടേക്കോ എത്തുന്നു, ചിലർ എവിടെ എത്താതെ പോകുന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? സുധിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായി ആ കൂട്ടത്തിൽ, അല്ലെ? ഒരുപാട് പേര് ഭാഗ്യം അങ്ങനെ ഞാൻ ഒരിക്കലും ഭാഗ്യമില്ലേ. ഭാഗ്യം എന്ന് നമ്മളൊരു വാക്ക് പറയുന്നതേ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. ഇപ്പൊ സബാന്റെ ഒരു ഉദാഹരണം പറയാം. സബാൻ ഒരു ഇരുമ്പ് കഷ്ണം ആക്സോളേറ്റ് മുറിച്ചോണ്ടിരിക്കും. മുറിച്ച് മുറിച്ചൊന്നുമില്ലാത്ത ബ്ലേഡാണ്. മുറിച്ച് ലാസ്റ്റ് കുറെ ദിവസം പിടിച്ച് അറ്റത്തെത്തുമ്പോഴായി മുറിക്കാൻ ഏൽപ്പിച്ച ആൾ വന്നിട്ട് അല്ലല്ല എന്താണ് എത്ര ദിവസമാണ് ഇതിനകത്ത് ഇറങ്ങി പണിയണോ, ഒറ്റ അടി കൊടുക്കുമ്പോ ഒടിഞ്ഞു. സെബാൻ കഷ്ടപ്പെട്ട് അത്ര ആക്കി വെച്ചേക്കുന്ന സാധനമാണ് നിസ്സാരമായിട്ട് പുള്ളി ഓടിച്ചോളൂ. അവർ കണ്ട് ഇത്രയുള്ള സംഭവം. അല്ല, നമ്മൾ ഇത്രയും നഷ്ടപ്പെട്ട് ചാൻസ് ചോദിച്ച് നടന്ന് അവസരം കിട്ടി, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ആത്മാർത്ഥത ഇതിനകത്തുണ്ടല്ലോ. നമ്മൾ അതിനുവേണ്ടി നമ്മള് മറ്റേ വീട്ടില് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഡയലോഗും സിനിമ കാണുന്നു, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വരുന്നതിന് അവന്റെ ഭാഗ്യോടാ ചാൻസ് കിട്ടിയത്. അതുകൊണ്ടാ ഭാഗ്യം. അങ്ങനെ പറയുമ്പോ ഭാഗ്യോടാ, അവന് ഭാഗ്യമാണ്. ഭയങ്കര കാര്യം. ഞങ്ങൾ ഇഷ്ടംപോലെ, ഞാനിപ്പോ നന്ദനുണ്ണി, ഞാൻ പിന്നെ വിൽസൺ, ഇപ്പൊ സിനിമയിലുള്ള മെയിൻ ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, മെയിൻ ഹീറോസ് ആയിട്ടിരിക്കുന്നവരൊക്കെ എല്ലാവരും ഓഡിയേഷൻ വഴിയാണ്. എറണാകുളത്ത് ഓഡിയേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇഷ്ടംപോലെ എല്ലായിടത്തും പോകും. എന്നെയൊക്കെ തമാശക്ക് പറഞ്ഞ ഓഡിയേഷൻ പ്രസിഡന്റ് തന്നെ അറിയപ്പെടുന്നത് കേരളത്തിലല്ലേ. അല്ല, ഞാനും ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഒരു 6-7 ഓഡിയേഷനൊക്കെ അറ്റൻഡ് വരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ സാഗലി എനിക്ക് ഒരു അവസരം കിട്ടുന്നത്. അതായിരുന്നു തുടക്കം. അതാ തുടക്കം. പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് അടുത്ത ജോഷ് സാർ റോബിൻഹുഡിൽ ഒരു അവസരം തന്നു. അത് കഴിഞ്ഞ് ജിത്തു ജോസഫ് സാർ മമ്മി ആൻഡ് മീല് ക്യാരക്ടർ തന്നു. രാജേഷ് എന്നൊരു ക്യാരക്ടർ ആയിരുന്നു അന്ന്. ആ പടം അന്നത്തെ കാലത്ത് ഹിറ്റാണ്, മമ്മി അമ്മി. അത് കഴിഞ്ഞ് ഞാൻ സീനിയേഴ്സ്, സിനിമാ കമ്പനി, ഐ ലവ് മീ, അങ്ങനെ കുറെ പടം. സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറാണ് ആമേന്റെ പ്രൊഡ്യൂസർ ഫരീദ് ഖാൻ. സിനിമാ കമ്പനിയിലുള്ള ഒരു റോളൊക്കെ ഇല്ലേ, എന്താണ് സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറാണ് ആമേന്റെ പ്രൊഡ്യൂസർ. ആ കെയർ ഓഫിലാണ് എന്നെ ലിജോ സാറ് വിളിച്ചിട്ട് ഈ ആമേനിലെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട്. കാരണം എന്താ വെച്ചാൽ ആമേൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സുധിയുടെ ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. ആമേന് ശേഷം സുധീനെ എല്ലാവരും അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. സുധി കോപ്പ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, രൂപം അറിയില്ലെന്നുള്ള ആൾക്കാർ. അല്ല, അങ്ങനെ അതിനകത്ത് വേറൊരു രൂപമാണ് ആൾക്കാർക്ക്.
കോഴിയാണല്ലേ, മുട്ടയിടുവോ കോഴി? ഇല്ല, ഓറഞ്ച് എടുത്തത്. അല്ല, അത് വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തിട്ടും അതിനേക്കാളുപരി പടം നന്നായില്ലെങ്കിൽ അത് വേറൊരു കാര്യം. ആമേനൊരു ഭയങ്കര ഗംഭീര പടമാണ്. കാര്യം വളരെ നാളുകൾക്ക് ശേഷം ആളുകൾ 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ് എൻ്റെ അറിവിലുള്ള ആളുകളൊക്കെ. ആമേ, ഓണം എങ്ങനെയാണ് സ്തുതി? ഓണത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഒന്നുകൂടെ. ഓണം എങ്ങനെയാണ്? കൂട്ടുകാർക്ക് ഒപ്പം അടിച്ചു പൊളിച്ചാണോ ആഘോഷിക്കുന്നത്, അതോ വീട്ടിൽ ഇലയൊക്കെ ഇട്ട് അങ്ങനത്തെ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെ ഓണം ആഘോഷിക്കുന്നത്? വീട്ടില് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ പടത്തിന്റെ തേർഡ് വേർഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിലായിരുന്നു, നമ്മുടെ വാഗമണ്ണായിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് സിനിമ ലൊക്കേഷനിൽ ഭാഗ്യം ഉണ്ടായി. നല്ലത്. അത് നമ്മുടെ പണ്ടത്തെ ഇതാണല്ലോ, സിനിമ ലൊക്കേഷനൊക്കെ നമുക്ക് ഓണത്തിന്. അത് ശരിക്കും ഇത്രയും വീട്ടിൽ കുറെ വർഷമല്ലേ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന് അമ്മയും ഞാനും ഉണ്ട്, വൈഫുണ്ട്, കുട്ടിയുണ്ട്. ഞങ്ങൾ വീട്ടിലായിരിക്കും തിരുവോണത്തിന്. പിന്നെ ഞങ്ങൾക്ക് കൊച്ചിക്കാരെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥിരം ഓണം. ഞങ്ങൾക്ക് ആകെ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ സെലിബ്രേഷനില്ലാത്ത കൊച്ചിയെ സംബന്ധിച്ച്, പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ച്. ബാക്കി ഞങ്ങൾക്ക് എന്നും ഓണമാണ്. ഞങ്ങൾക്ക് ഓണം, ദീപാവലി, പൂജവെപ്പ്, പിന്നെ ഉത്സവങ്ങൾ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. പള്ളിപ്പെരുന്നാള്, ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ ഉത്സവങ്ങള്, വിഷു, റംസാൻ, എല്ലാ ബക്രീദ് എല്ലാം ആഘോഷിക്കുന്നു. ഹോളി. അതാണ് കൊച്ചിക്കാർ. അല്ല, ഞങ്ങളുടെ അവിടെ കംപ്ലീറ്റ്. പിന്നെ ബാപ്റ്റിസമായാലും ഉച്ചിന്റെ 28ആയാലും നിശ്ചയായാലും എല്ലാം ആഘോഷമായിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇഷ്ടംപോലെ കല്യാണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ല, അത് ഞാൻ പല സ്ഥലത്തും പോയിട്ട്, ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വിഷു അന്ന് രാവിലെ അറിഞ്ഞത്. ഞാൻ എൻ്റെ നാട്ടില് അമ്മയുടെ വീട്ടിൽ പോയിട്ട്, കാര്യം അവിടെ നിന്ന് ഒരു പടക്കം പോലും പൊട്ട ശബ്ദം അന്ന് കുറെ നാൾ മുമ്പ്. ഞങ്ങളുടെ എന്ത് ബഹളം വിഷു. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം കൊച്ചിക്കാരെ എല്ലാം ചെറിയ ആഘോഷങ്ങൾ പോലും വലുതായിട്ട് ആഘോഷിക്കും. പിന്നെ അടിച്ചു പൊളിച്ച് ഞങ്ങൾക്ക് ഡ്രൈസ് ഞങ്ങൾക്ക് മഴ സമയത്തൊന്നും ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഞങ്ങളതിന് ഇപ്പൊ സർക്കാരിൽ എന്തെങ്കിലും പറഞ്ഞത് തീരുമാനമാക്കണം വെച്ചിട്ട് ഞങ്ങൾക്ക് മഴക്കാലത്ത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ, അതുകൊണ്ട് പൊളിക്കാനുള്ള മാർഗം കാണിച്ചു തരിക എന്നുള്ളതാണ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഓണത്തിന് സദ്യയൊക്കെ എങ്ങനെയാണ്? ഓണത്തിന് പ്രത്യേകിച്ച് അറിയാലോ, നമ്മുടെ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ കേരള മലബാർ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വെജിറ്റേറിയൻ സദ്യ ആയിരിക്കും. മലബാർ നോൺ കാണുമെന്ന് പറഞ്ഞു. കണ്ണൂർ ഭാഗത്തൊക്കെ പറയുന്നേക്കാം നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അല്ല, എന്റെ ഫ്രണ്ടൊക്കെ പറയും അന്ന് ഇറച്ചി മീനൊക്കെ കാണുമെന്ന് പറഞ്ഞു തിരുവോണത്തിന്. മോശമാണോ അല്ലേ? അവിടെ പോയി കഴിക്കണമെന്നുണ്ട് എനിക്ക്. അല്ല, നമ്മുടെ അവിടെ അത് നമ്മള് ഇലയിട്ട് ഊണ് കഴിക്കാൻ. പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വെച്ച് അതിൽ എൻ്റെ ഒരു ഓണം വെച്ച് ഇല ഇട്ടിട്ട് ഊണിട്ട് അതിൻ്റെ സൈഡിൽ ഒരു 2 കോഴിക്കാലും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതൊരു മോശമാവത്തില്ല. അല്ല, അത് ഓരോരുത്തരുടെ ഒരു പണ്ടോട്ട് അവർ ചെയ്തു വരുന്ന ഒരു രീതിയല്ലേ. നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അതൊരു മോശമായിട്ട് തോന്നും. പക്ഷെ അവര് അങ്ങനെ സംഭവം ഒന്നുമില്ലല്ലോ. അങ്ങനെയാണല്ലേ. ഓക്കെ, ഓണത്തിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഓണത്തിന് എന്ത് മറക്കാൻ പറ്റാത്ത? എന്നൊക്കെ ആണെങ്കിൽ ഓണത്തിന് പൂ പറിക്കാൻ പോയിട്ട് അടുത്ത വീട്ടിലെ പട്ടി ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ചാടിയത് മാത്രമേ സംഭവം. അങ്ങനത്തെ സംഭവങ്ങൾ ചെറുപ്പത്തിലെന്നേ ഞങ്ങളുടെ വളരെ ചെറുപ്പത്തില് ഞങ്ങൾ പൂ പറിക്കാൻ പോയിരുന്നു. ഇപ്പോഴും സ്ഥലമില്ലല്ലോ പൂ മേടിക്കാൻ പോണം കടകളില്. അല്ല, അതാണ്. പിന്നെ അത്തക്കളം വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ ചെറുപ്പത്തിലും ഞാൻ ഭയങ്കര ഈ സിനിമയിലെ പോലെ ഭയങ്കര സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ വീട്ടില്. ഈ പൂവിടല് അല്ലെങ്കിൽ ഊഞ്ഞാലിൽ തന്നെ പലരും ആട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഊഞ്ഞാലിലല്ല. അല്ലാതെ അങ്ങനെ എന്റെ കളർഫുൾ ആയിട്ട് എന്നെ ഊഞ്ഞാലിൽ നേരിട്ട് അച്ഛൻ നിൽക്കുന്നു അങ്ങനെ സാധനമൊന്നും അല്ല. ഞാൻ എന്റെ വീട്ടിലുണ്ടല്ല. ഞാൻ അത്രയും ഫോർമാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കാര്യം ഞാൻ കഴിയുന്ന കൃത്രിമമായിട്ട് പെരുമാറാറില്ല ആൾക്കാരത്ത്. മനസ്സിലായി? ഞാൻ ബഹുമാനിക്കുമ്പോൾ അത് ശരിക്കും ഒരു അല്ലാതെ ഇങ്ങനെ വെച്ചിട്ട് സെവൻ പോയി കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കില്ലേ. അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ചിരി അങ്ങനെ ചിരിക്കുക. അങ്ങനത്തെ ആൾക്കാർ ചില ആൾക്കാരില്ലേ നമ്മൾ ചോദിച്ചോ. അത് കാരണം അറിയോ, നിങ്ങളെ മുമ്പിൽ നിന്ന് കാണുമ്പോ പുള്ളിക്കാരൻ നമ്മൾ തൊട്ടടുത്തുമ്പോ ആ ഒരു ഒറ്റ ചിരി നിൽക്കും. ഒറ്റ ചിരി കട്ട്. അതാണ്